മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മൾ ഏവരും കാത്തിരുന്ന ക്രിസ്മസ് അടുത്തടുത്ത് വരികയാണ്. ക്രിസ്മസ് കാലം എന്ന് പറഞ്ഞാൽ വളരെ രസകരമായൊരു ഫെസ്റ്റിവൽ സീസണാണ്. സത്യം പറഞ്ഞാൽ ഒരു വർഷം ജാനുവരി ടു ഡിസംബർ നമ്മളിങ്ങനെ കൂട്ടി നോക്കുമ്പോൾ ഡിസംബറാണ് ഏറ്റവും മനോഹരമായ മാസം എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. കാരണം നല്ല തണുപ്പാണ്. ഡിസംബർ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള സമയം. ആ ഒരു കുളിരുള്ള രാത്രികളും നല്ല എന്താ പറയുക മഞ്ഞു പെയ്യുന്ന രാത്രികൾ എന്നൊക്കെ പറയാം. പക്ഷേ നമ്മളുടെ ഇവിടെ ഇങ്ങനെ സ്നോഫോൾ ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ നല്ല തണുപ്പാണ് വൈകുന്നേരങ്ങളിലും രാത്രികളിലൊക്കെ. കൂടാണ്ട് പിന്നെ ശൈത്യകാലം എന്ന് തന്നെയാണ് പറയുന്നത് ഡിസംബർ കാലഘട്ടമൊക്കെ. വൃശ്ചിക മാസം തൊട്ട് അങ്ങനെ ആ ഒരു സമയമാണ്. പിന്നെ ഇതുകൂടാതെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലോ നല്ല മിന്നുന്ന നക്ഷത്രങ്ങളും മനോഹരമായ പുൽക്കൂടുകളും അങ്ങനെ ഒരുപാട് പുൽക്കൂടിൻ്റെ കാഴ്ചകൾ, അത് ഉണ്ടാക്കി വിൽക്കുന്ന സ്ഥലങ്ങൾ, വഴിനീളെ ഇങ്ങനെ ഇലൂമിനേറ്റഡ് ആയിട്ട് അല്ല ഇങ്ങനെ വഴിയോര കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വഴിനീളെ ഇങ്ങനെ നല്ല ലൈറ്റ്സ് ഒക്കെ തൂങ്ങി ഭയങ്കര രസകരമാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നും. ഒരു ഫെസ്റ്റിവൽ മൂഡെന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു എനിക്ക് വലിയ ഇഷ്ടമാണ്. എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കും. ഇതിനോടൊപ്പം നമ്മൾക്ക് ക്രിസ്മസ് കാലത്തിൻ്റെ നല്ല ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഓർമ്മകൾ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ജനനം, അങ്ങനത്തെ കാര്യങ്ങൾ. ഇത് കൂടാണ്ട് പിന്നെന്താ ക്രിസ്മസ് ട്രീ, പിന്നെ നല്ല ഭക്ഷണം, അത് കഴിഞ്ഞാൽ പിന്നെന്താണ് ക്രിസ്മസ് കേക്ക്. അതാണ് ഏറ്റവും പ്രധാനം. എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു സമയമാണിത്. സമ്മാന പൊതികളുമായി പരസ്പരം ഗ്രീറ്റിങ്സ് അല്ലെങ്കിൽ പരസ്പരം ആശംസകൾ അറിയിക്കുന്ന സമയം. നല്ല ഗ്രീറ്റിംഗ് കാർഡ്സ് ഇപ്പോൾ കടകളിൽ വാങ്ങാൻ കിട്ടുമല്ല, സ്വന്തമായിട്ട് തന്നെ ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ടാക്കാം. പിന്നെ എന്താ പറയണ്ടേ, ഇപ്പോൾ നവമാധ്യമങ്ങളിലൂടെയെല്ലാം ധാരാളമായിട്ട് പരസ്പരം ആശംസകൾ അറിയിക്കുന്ന രീതി ഒക്കെ ഉണ്ട്. അപ്പോൾ ക്രിസ്മസിനെ നമ്മൾ നല്ല രീതിയിലാണ് വരവേൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ക്രിസ്മസ് കേക്ക് നമ്മൾ തയ്യാറാക്കുന്നു, നമ്മൾ കൊടുക്കുന്നു ഒക്കെ. പിന്നെ ക്രിസ്മസിന് കേക്കും വൈനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനും കൂടിയാണ്. അപ്പോൾ ക്രിസ്മസ് കേക്ക്സ് എല്ലാ കടകളിലും ഇപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ കിട്ടുന്നുണ്ട്. ഇത് കൂടാണ്ട് വീട്ടമ്മമാർ സ്വന്തമായി തയ്യാറാക്കി അല്ലെങ്കിൽ ഉണ്ടാക്കി എന്താ പറയുക വീട്ടുകാർക്ക് കൊടുക്കുന്നു. പിന്നെ വേണമെങ്കിൽ പുറത്തുള്ള ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്കെല്ലാം സമ്മാനമായി കൊടുക്കുന്നു. ഇതെല്ലാം സന്തോഷകരമായ കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് മാജിക് അവനിൽ? ഇതിൻ്റെ ഭാഗമായി നമ്മളും ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഒരു ക്രിസ്മസ് കേക്ക് തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ്. ഒരു ടിപ്പിക്കൽ ക്രിസ്മസ് കേക്ക് ആയിരിക്കില്ല ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. ക്രിസ്മസ് കേക്ക് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ഒക്കെ ധാരാളം ഇട്ട് റിച്ച് ആയിട്ടുള്ള എന്താ പറയുക ക്രിസ്മസ് കേക്ക് ഉണ്ടാവും. നമ്മളിപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് എല്ലാം ഇട്ട് ഒരു ക്രിസ്മസ് കേക്ക് തന്നെയാണ് തയ്യാറാക്കുന്നത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഇങ്ങനെ കേക്കിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ബാറ്ററിൽ ഇങ്ങനെ മിക്സ് ചെയ്തല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു ലെയർഡ് ഫ്രൂട്ട് ആൻഡ് നട്ട് ക്രിസ്മസ് കേക്കാണ് തയ്യാറാക്കുന്നത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ക്രിസ്മസ് കേക്കാണ്. പക്ഷേ അതിനകത്ത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് വരും. കൂടാണ്ട് നല്ല മനോഹരമായൊരു ബട്ടർ ഐസിങ്ങും നമ്മൾ ചെയ്യാൻ പോകും. അപ്പോൾ ഇനി നമ്മൾ ഐസിങ് കാഴ്ചകൾ, പിന്നെന്താ ഇതെങ്ങനെയാണ് ഈ ക്രിസ്മസ് കേക്ക് തയ്യാറാക്കുന്നത്, ഇതിൻ്റെ ഫില്ലിംഗ് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, ഇത്തരം ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെണ്ണ 150 ഗ്രാം, മൈദാമാവ് 2.5 കപ്പ്, ബേക്കിംഗ് പൗഡർ 2.5 ടീസ്പൂൺ, പഞ്ചസാര 1.25 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ, പാൽ 1/4 കപ്പ്, ഉപ്പ് 1 നുള്ള്. ഇനി ഫില്ലിങ്ങിന് വേണ്ട ചേരുവകൾ: ഈന്തപ്പഴം ചെറുതായി നുറുക്കിയത് 1/2 കപ്പ്, ചെറി ഫ്രൂട്ട് ചെറുതായി നുറുക്കിയത് 1/2 കപ്പ്, അത്തിപ്പഴം ചെറുതായി നുറുക്കിയത് 1/2 കപ്പ്, കിസ്മിസ് ചെറുതായി നുറുക്കിയത് 1/2 കപ്പ്, ഇഞ്ചി വിളയിച്ചത് 1/4 കപ്പ്, അണ്ടിപ്പരിപ്പ് ചെറുതായി നുറുക്കിയത് 1/2 കപ്പ്, ബദാം ചെറുതായി നുറുക്കിയത് 1/2 കപ്പ്, ക്രാൻബെറി ഫ്രൂട്ട് ഉണക്കിയത് 1 കപ്പ്, ഓറഞ്ച് പീൽ ചെറുതായി നുറുക്കിയത് 1/4 കപ്പ്, മിക്സ്ഡ് ബെറി ജാം 1 കപ്പ്, വെള്ളം ആവശ്യത്തിന്, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ. ഇനി ബട്ടർ ഐസിങ്ങിന് വേണ്ട ചേരുവകൾ: ഐസിങ് ഷുഗർ 9 കപ്പ്, വെണ്ണ 200 ഗ്രാം, മാർജറിൻ 200 ഗ്രാം, പാൽ 4 ടേബിൾ സ്പൂൺ, വാനില എസൻസ് 1 ടീസ്പൂൺ, 3 മുട്ടയാണ് അളവ്. അപ്പോൾ നമ്മൾക്ക് ആദ്യമേ തന്നെ നമ്മളുടെ ഒരു ബേസ് കേക്ക് തയ്യാറാക്കാം. ഇതൊരു ഫ്രൂട്ട് ആൻഡ് നട്ട് കേക്ക് ആണെങ്കിലും ഫ്രൂട്ട് ആൻഡ് നട്ട് എന്ന് പറയുന്നത് നമ്മൾ ലെയറിംഗ് ആണ്, ഫില്ലിങ് പോലെയാണ് വെക്കുന്നത്. പക്ഷേ കേക്ക് ഒരു സാധാരണ ഒരു യെല്ലോ കേക്കാണ്, സാധാരണ ഒരു ബട്ടർ കേക്ക് പോലെ. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മൈദാമാവ് 2.5 കപ്പ് മൈദാമാവ് ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 2.5 ടീസ്പൂൺ, അതും അളന്നതാണ്. ഇത് രണ്ടും കൂടി യോജിപ്പിച്ച അതിനോടൊപ്പം 1 നുള്ള് ഉപ്പ് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പെന്ന് പറയാം. 1 നുള്ള് ഉപ്പും കൂടി ചേർക്കാം. ഇത്രയും കാര്യം ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് യോജിപ്പിക്കാം. എന്നിട്ട് ഒരു അരിപ്പയിലൂടെ ഒന്ന് ഇടഞ്ഞെടുക്കണം.
ഇനി നമുക്കൊന്ന് ഇടഞ്ഞെടുക്കാം. അങ്ങനെ നമ്മളുടെ മാവും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇടഞ്ഞ് ഒരു സൈഡിലേക്ക് വെക്കാം. കുറച്ച് വലിയൊരു ബൗളെടുക്കാം. അതിലേക്ക് ആദ്യം നമ്മൾ വെണ്ണ, 100 ഗ്രാം വെണ്ണ എന്ന് പറഞ്ഞാൽ അര കപ്പ്, അപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പ് എന്ന് പറയും. 150 ഗ്രാംസ്, 180 ഗ്രാം വെണ്ണ, റൂം ടെമ്പറേച്ചർ, അതായത് നമ്മളുടെ അന്തരീക്ഷത്തിൻ്റെ അതേ ഊഷ്മാവിലുള്ള വെണ്ണ. അപ്പോൾ വെണ്ണ ആദ്യം ഒരു അല്പം ഒന്ന് ബീറ്റ് ചെയ്യണം. വെണ്ണ മാത്രമായിട്ട് ഒരു 1/2 മിനിറ്റ്. അപ്പോൾ വെണ്ണ ആദ്യം ഒന്ന് അടിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട്, ഇതിപ്പോൾ ഞാനൊരു ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിക്കുന്നു, അതല്ലാന്നുണ്ടെങ്കിൽ തവി കൊണ്ട് വേണമെങ്കിലും ചെയ്യാം, പ്രശ്നമില്ല. നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം എന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ഇട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യാം. ബാക്കി പഞ്ചസാരയും കൂടി ചേർക്കാം. 2-3 പ്രാവശ്യമായിട്ട് ചേർക്കാം. ഇടയ്ക്ക് നമുക്ക് സൈഡിൽ നിന്ന് വേണമെങ്കിൽ ആ പഞ്ചസാരയൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് സെൻട്രലൈസ് ചെയ്യാം, നടുക്കത്തേക്ക് മാറ്റാം. അപ്പോൾ ഏതാണ്ട് പഞ്ചസാര മാക്സിമം ആയി കഴിഞ്ഞു. ഇനി കുറച്ചും കൂടിയേ ബാക്കിയുള്ളൂ. ഏകദേശമായി പഞ്ചസാരയും ചേർത്ത്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് 1.25 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാര ഒന്ന് യോജിച്ചല്ലോ നന്നായിട്ട്. ഇനി നമ്മൾ നല്ല ഹൈ സ്പീഡിൽ കുറച്ച് ഒരു മിനിറ്റും കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. നല്ല ഫ്ലഫി ആയിട്ട് വരും. ഇനി എന്താ, അപ്പോൾ നല്ലതായിട്ട് പതഞ്ഞു തുടങ്ങി. ഇനി മുട്ട, 3 മുട്ടയാണ് അളവ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിൽ ഓരോ മുട്ടയായിട്ട് ചേർക്കാം. അപ്പോൾ ആദ്യം ഒരു മുട്ട ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക, ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ 2ാമത്തെ മുട്ട, പിന്നെ 3ാമത്തെ മുട്ട. ഒന്ന് യോജിച്ചാൽ മാത്രം മതി. ഇനി സെക്കൻഡ് മുട്ട, 2ാമത്തെ. ഇതിനോടൊപ്പം നമുക്ക് വാനില എസൻസും കൂടി ചേർക്കാം. 1 ടീസ്പൂണോളം വാനില എസൻസ്. ഇനി നമ്മൾ തേർഡ് മുട്ട, 3ാമത്തെ മുട്ട, ലാസ്റ്റ് 3ാമത്തെ മുട്ടയും കൂടി ചേർക്കാം. അങ്ങനെ 3 മുട്ടയും അപ്പം മുട്ട 3ഉം ഇതിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി ഒരു പരിപാടിയില്ല, വളരെ എളുപ്പമാണ് കാര്യം നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന 2.5 കപ്പ് മൈദാമാവും 2.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ളുപ്പും കൂടി അടഞ്ഞു വെച്ച ഈ ഒരു കൂട്ട്, ഇത് കുറേശ്ശെ ഇതിനകത്തേക്ക് ചേർക്കണം. ഒരു 3 പ്രാവശ്യമായിട്ട് ചേർക്കാം. ഇതിനോടൊപ്പം നമ്മളൊരു 3/4 കപ്പ് പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാലും കൂടി ഇടയ്ക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഈർപ്പം കറക്റ്റ് ആകാനാണ്. പാലും മാവും കൂടി ഇടകലർത്തി ചേർത്തിട്ട് ഒരുപാട് ബീറ്റ് ചെയ്യരുത്, വളരെ സാവധാനം ഒന്ന് യോജിച്ചാൽ മതി. അവസാനത്തെ സ്റ്റേജിൽ നമ്മൾ തവി കൊണ്ടാണ് ഇളക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് യോജിക്കാൻ മാത്രമുള്ള ഒരു വളരെ സ്ലോ ആയിട്ടുള്ള സ്പീഡിൽ ഒന്ന് ചേർക്കുക. ഒരല്പം മൈദാമാവും 1 പ്രാവശ്യം നമ്മൾ ചേർത്തു. ഇനി നമ്മൾ ഇച്ചിരി വീണ്ടും ചേർക്കുന്നു. കുറച്ച് പാൽ ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തു. ഇനി വീണ്ടും ഒരല്പം പാലും കൂടി ഒഴിക്കാം. ഒന്ന് ചെറുതായിട്ട് യോജിച്ച് കിട്ടിയാൽ മാത്രം മതി. അതിനുള്ള ഒരു ബീറ്റിങ്ങേ ഉള്ളൂ ഇത്. ആൻഡ് ലാസ്റ്റ് ലോട്ട് ഒന്ന് യോജിച്ചു. ഇനി എന്താ വേണ്ടേ? ഇനി നമ്മൾ തടി കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കും. സാവധാനം നന്നായിട്ടൊന്ന് യോജിപ്പിക്കും. സത്യം പറഞ്ഞാൽ തടിത്തവിയാണ് ഏറ്റവും സുഖം. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് മെനക്കെടുകയാണെങ്കിൽ കുഴപ്പമില്ല. ആദ്യം തൊട്ട് നമുക്ക് തടിത്തവിയിൽ തന്നെ ചെയ്യാം.
പക്ഷെ ഇപ്പോൾ എല്ലാം നമ്മൾ എളുപ്പത്തിലല്ലേ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ബ്ലെൻഡറിൻ്റെ സഹായം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ചെയ്യാൻ തോന്നും. നമുക്ക് ആവശ്യമുള്ള കേക്ക് ബാറ്റർ റെഡിയാണ്. ഇനി നമ്മളൊരു കേക്ക് ടിൻ ഏത് തരം വേണമെങ്കിലും ആകും. ഇതിപ്പോൾ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി സ്പ്രിംഗ് ഫോം പാൻ എടുത്തു എന്നേ ഉള്ളൂ. ഇതിലിപ്പോൾ ഞാൻ വെണ്ണ തടവി മൈദ മാവ് ഇങ്ങനെ ഡസ്റ്റ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് എക്സസ് കൂടുതലായിട്ടുള്ള മാവ് തട്ടിക്കളഞ്ഞ് തയ്യാറാക്കിയെടുത്ത കേക്ക് ടിന്നാണ്. ഇതാണ് പ്രിപ്പയർഡ് കേക്ക് ടിൻ എന്ന് പറയും. നമ്മളൊരു സ്ക്രേപ്പർ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ബാറ്ററും ഇതിൽ നിന്ന് എടുക്കാൻ പോകണം, ഒന്നും കളയുന്നില്ല. നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്, എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് വിടണം. അതുകൊണ്ട് എപ്പോഴും ചെയ്യേണ്ട കാര്യമാണ്, ഒരു കേക്ക് ടിന്നിലേക്ക് ബാറ്റർ മാറ്റിക്കഴിഞ്ഞാൽ ഒന്ന് ടാപ്പ് ചെയ്യണം. 2 പ്രാവശ്യം ഇങ്ങനെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ബബിൾസോ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വിടും. ഇനി ഇത് ചൂടായി കിടക്കുന്ന ഒരു ഇലക്ട്രിക് അവനിൽ 180 ഡിഗ്രി ചൂടിൽ ഏതാണ്ട് ഒരു 1.25 മുതൽ 1.5 മണിക്കൂർ സമയം വരെ എടുക്കും ഇത് ബേക്ക് ചെയ്യാൻ. കാര്യം ഞാനിത് ബേക്ക് ചെയ്തെടുത്തപ്പോൾ എനിക്ക് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ സമയം വേണ്ടി വന്നു. നന്നായിട്ട് ബേക്ക് ആവുക എന്ന് പറഞ്ഞാൽ ഇത് പൊങ്ങി വരും, സൈഡ്സിൽ നിന്നെല്ലാം വിട്ടുവരും, പിന്നെ മോൾ ഭാഗം ഒരു ചെറിയൊരു ഗോൾഡൻ കളറാവും. അതാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഇലക്ട്രിക് അവനിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ കേക്ക് ബേക്കായി കഴിഞ്ഞു. ഞാനത് പുറത്തേക്ക് എടുത്തു. ഇപ്പോൾ നമ്മൾ ഡീമോൾഡിങ് എളുപ്പമാണ്, തണുക്കാനായിട്ട് അല്പസമയം കൊടുത്തു. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ കേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്, ക്രിസ്മസിന് വേണ്ടി സ്പെഷ്യൽ ക്രിസ്മസ് കേക്ക് അല്ലേ. അപ്പോൾ ഫ്രൂട്ട് ആൻഡ് നട്ട് നിർബന്ധമായും വേണം. അത് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് നമ്മൾ കടത്തുന്നത്, അതിനെ നമ്മളിത് കേക്കിനെ 2ആയിട്ട് മുറിച്ച് അകത്തൊക്കെ ലെയർ ചെയ്യണം. പക്ഷേ ഇത് ഒരു കേക്ക് കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. എനിക്ക് 2 കേക്ക് വെച്ചിട്ടൊരു കുറച്ചുകൂടെ വലിയ പൊക്കത്തിലൊരു ക്രിസ്മസ് കേക്ക് തയ്യാറാക്കാനാണ് താല്പര്യം. അതുകൊണ്ട് ഇതുപോലുള്ള ഒരു കേക്കും കൂടി ഇതേ അളവിൽ ഞാൻ തയ്യാറാക്കും. അപ്പോൾ അങ്ങനെ 2 കേക്ക് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കേക്കിലും ചെയ്യാം, സിംഗിൾ കേക്കിലും ചെയ്യാം. അതുകൊണ്ട് ഞാൻ കാണിച്ചപ്പോൾ ഒരു കേക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഞാൻ 2 കേക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കേക്കും കൂടി എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് 2 കേക്ക് വെച്ചിട്ട് ഇതൊന്ന് ഐസ് ചെയ്ത് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കാം. സാധാരണയായിട്ടൊരു ക്രിസ്മസ് ഫ്രൂട്ട് കേക്ക് എന്ന് പറയുമ്പോൾ നോർമലായിട്ട് റിച്ച് ഫ്രൂട്ട് കേക്ക് ആണെങ്കിലും ഒരു ട്രഡീഷണൽ ക്രിസ്മസ് കേക്ക് ആണെങ്കിലും ധാരാളമായിട്ട് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർക്കാറുണ്ട്. അതിനകത്ത് ഇപ്പോൾ എന്താ പറയുക, ടൂട്ടി ഫ്രൂട്ടി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ചേർക്കാം. അത് കൂടാണ്ട് റേസിൻസ്, അതായത് ചെറിയ മുന്തിരിങ്ങ, നമ്മുടെ കിസ്മിസ്, പിന്നെ സുൽത്താന എന്ന് പറഞ്ഞ കറുത്ത മുന്തിരിങ്ങ, പിന്നെ ഈന്തപ്പഴം, പിന്നെ പലതരം കാര്യങ്ങൾ വിളയിച്ചത്, ഇപ്പോൾ ഇഞ്ചി വിളയിച്ചത്, പിന്നെ ഓറഞ്ചിൻ്റെ തൊലി, ദാറ്റ് ഈസ് ഓറഞ്ച് പീൽ വിളയിച്ചത്, പിന്നെന്താ പറയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിൻ്റെ കൂടെ കാഷ്യൂ നട്ട്സ്, വാൾനട്ട്സോ, പിന്നെ എന്താ പറയുക ആൽമണ്ട്സോ, ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചേർക്കാം. അങ്ങനെ ധാരാളം കാര്യങ്ങൾ റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ വിസ്കിയിലോ അല്ലെങ്കിൽ വൈനിലോ എന്തെങ്കിലുമൊക്കെ സോക്ക് ചെയ്ത്, ബ്രാൻഡിയിലോ ഒക്കെ സോക്ക് ചെയ്ത്, അതായത് കുതിർത്ത് ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുന്നതിന് 1 മാസം മുന്നെയോ ചിലരൊക്കെ അതിലും മുന്നേ ഒക്കെ കുതിർത്ത് വയ്ക്കും. എന്നിട്ട് അത് നല്ല സോഫ്റ്റായിരിക്കും. അത് വെച്ചിട്ടാണ് ആ ഒരു ക്രിസ്മസ് കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ സ്പിരിറ്റിൻ്റെ ഒരു സ്വാദും എല്ലാം കൂടി ചേർന്നിട്ട് ആ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് സോക്റ്റായി നല്ല കുതിർന്നൊക്കെ വരും. അപ്പം നമ്മളിപ്പോൾ ആ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലല്ല ചേർക്കുന്നതെങ്കിലും നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ലെയറിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കിപ്പോൾ ഇതെല്ലാം ഉണങ്ങിയിരിക്കില്ലേ, ഡ്രൈഡ്. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ആകണ്ടേ, അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ ദിവസം മുന്നേ ഒന്നും സോക്ക് ചെയ്ത് വിസ്കിയിലോ ബ്രാൻഡിയിലോ റമ്മിലോ ഒന്നും കുതിർത്ത്, അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസിലോ ഒന്നും കുതിർത്ത് വയ്ക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മളൊരല്പം വെള്ളം അടുപ്പിലേക്ക് ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പ് അതിലേക്ക് 2-3 കാര്യങ്ങൾ ഫിക്സ്. ഒന്ന് നമ്മളുടെ അത്തിപ്പഴം, പിന്നെന്താ അതിൽ നമ്മളിപ്പോൾ ഉണങ്ങിയിരിക്കുന്ന പഴങ്ങൾ എന്ന് പറയുന്നത് അത്തിപ്പഴവും ക്രാൻബെറി എന്ന് പറയുന്ന ഫ്രൂട്ടും, പിന്നെ നമ്മളുടെ റേസിൻസ്, കിസ്മിസ്, ഇത്രയും കാര്യങ്ങൾ. ഇതൊന്ന് അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഒന്ന് തിളച്ചിങ്ങനെ ചൂടായി തിളച്ച് ഒന്ന് എന്താ പറയുക സോഫ്റ്റായി തുടങ്ങുമ്പോൾ ബാക്കി കാര്യങ്ങളും കൂടി ചേർക്കാം. ഗ്ലേസ്ഡ് ചെറീസ് ഉണ്ട്, ഓറഞ്ച് പീലുണ്ട്, പിന്നെ നമ്മളുടെ ഡേറ്റ്സ് ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നൊരു പഴഞ്ഞ പാകത്തിലേക്ക് ആക്കിയെടുക്കാം. ഇതെല്ലാം കൂടി കിടന്നൊന്ന് വേഗട്ടെ, സോഫ്റ്റ് ആകും. അപ്പോൾ നമ്മളുടെ ഫിക്സ്, അതായത് അത്തിപ്പഴവും ക്രാൻബെറി എന്ന് പറയുന്ന ആ ഫ്രൂട്ടും ഉണങ്ങിയ ഫ്രൂട്ടും കൂടി ആ വെള്ളത്തിൽ ഏതാണ്ട് ഒരു 3/4 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കഴിഞ്ഞു. ഏകദേശം 1 കപ്പ് വരെ വേണ്ടി വരും വെള്ളം ഇതൊന്ന് വേകാനായിട്ട്. അപ്പോൾ ഇതെല്ലാം സോഫ്റ്റ് ആയി കഴിഞ്ഞു. തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഡേറ്റ്സ് ചേർക്കുന്നു. അപ്പോൾ വെള്ളം ഏതാണ്ട് വറ്റി. നമ്മുടെ ഡേറ്റ്സ്
ഇതെല്ലാം 1/2 കപ്പ് 1/4 കപ്പ് 1 കപ്പ് ആ ഒരു അളവിനാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് എത്ര വേണമെന്ന്. ഇപ്പോൾ എന്താ പറയുക, ഈ ഓറഞ്ച് പീലൊക്കെ 1/4 കപ്പെല്ലാം മതി. ഇഞ്ചി വിളയിച്ചതും 1/4 മതി. ബാക്കി കാര്യങ്ങളൊക്കെ 1/2 കപ്പും 1 കപ്പും. പിന്നെ നമ്മളിതിനകത്തേക്ക് നമ്മളുടെ ചെറീസ് എല്ലാ കാര്യങ്ങളും ആയിക്കഴിഞ്ഞു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീ ഓഫ് ചെയ്തിട്ട്, അപ്പോൾ നമ്മുടെ ഫിഗും അത്തിപ്പഴവും ക്രാൻബെറി എന്നുള്ള സ്വീറ്റും നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചേർത്തത്. എന്നിട്ട് തീ ഓഫ് ചെയ്തു. വെള്ളമെല്ലാം കംപ്ലീറ്റ് വറ്റി. ഇനി ഇതൊന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ഒരുപാട് പേസ്റ്റ് പോലെ അരയണ്ട, പക്ഷേ ചെറുതായിട്ട് തരിതരിപ്പായിട്ട് ഒന്ന് ചതഞ്ഞ് കിട്ടുന്ന രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്തെടുത്തിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചേർക്കാം. കാര്യം ബാക്കി കാര്യങ്ങളൊന്നും ക്രഷ് ചെയ്യാനുള്ള കാര്യങ്ങളല്ല, ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇത് മാത്രം ഒന്ന് നമുക്ക് ഇപ്പോൾ നല്ല കളർഫുള്ളാണ്, നല്ല മുത്തുപോലെ പലതരം വില കൂടിയ എന്താ പറയുക ജുവൽസ്, പല കോസ്റ്റ്ലി സ്റ്റോൺസ് കിടക്കുന്ന പോലെയാണ്. പല പ്രഷ്യസ് ആൻഡ് സെമി പ്രഷ്യസ് സ്റ്റോൺസ് പോലെ പല കളേഴ്സ് ഇങ്ങനെ കാണാം. ഈ കളേഴ്സിനെ എല്ലാം കൂടി ചേർത്ത് നമ്മളൊന്ന് ഒന്നാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ വേവിച്ച്, ഇപ്പോൾ നമ്മൾ അരച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ പേസ്റ്റായിട്ടല്ല അരച്ചിരിക്കുന്ന, ഒരു എന്താ പറയണ്ടേ, ചതച്ചെടുക്കുക എന്ന് പറയില്ല, അതുപോലെ ക്രഷ് ചെയ്ത രീതിയിൽ മിക്സിയുടെ ചെറിയ ബൗളിൽ വെച്ചിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്താണ്. അല്ലെങ്കിൽ ചെറിയൊരു ഹാൻഡ് ബ്ലെൻഡർ വെച്ച് വേറെ രീതിയിലും നമുക്കത് ക്രഷ് ചെയ്യാം. ഇത് ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ആപ്രിക്കോട്ട്സോ ഡ്രൈഡ് ആപ്രിക്കോട്ട്സ്, ഡ്രൈഡ് പീച്ചേഴ്സ് എന്ത് കിട്ടിയാലും നമുക്ക് ചേർക്കാവുന്ന കാര്യമാണ്. ഈ ഒരു ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ടാർട്ട് ബേസിനകത്ത് വെക്കാം, പിന്നെ ചില പൈസ് ഉണ്ടാക്കുമ്പോൾ ചെയ്യാം, അങ്ങനെ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 2-3 കാര്യങ്ങൾ കൂടി ചേർക്കാൻ പോവാണ്. ഒന്ന് കാഷ്യൂ നട്ട്സ്, അണ്ടിപ്പരിപ്പ്, പിന്നെന്താ നമ്മുടെ ആൽമണ്ട്സ്, അതായത് ബദാം, പിന്നെന്താ ഇത് നമ്മളുടെ ഇഞ്ചി വിളയിച്ചത്, ജിഞ്ചർ, ഗ്ലേസ്ഡ് ഇഞ്ചിയാണ്. ഇതൊക്കെ നമ്മളുടെ ക്രിസ്മസ് കേക്കിൽ കിട്ടുന്ന കാര്യങ്ങളാണ്, അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഇത് ഓറഞ്ച് പീൽ, അതും വിളയിച്ച് വരുന്നതാണ്. ഇതെല്ലാം 1/4 കപ്പാണ് ചേർത്തത്. ഇത്രയും കാര്യങ്ങൾ ചേർത്തു. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നിയാൽ അതിനനുസരിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം സൈഡിൽ വെച്ചേക്കാം. ഇതിൻ്റെ കൂടെ യോജിപ്പിക്കും. ഇനി നമ്മളൊരു കാര്യം കൂടി ചേർക്കാനുണ്ട്. കാര്യങ്ങളെല്ലാം ആയി. അപ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഫ്രൂട്ട് ആൻഡ് നട്ട് ഫില്ലിംഗ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളുടെ ഇതൊരു 3 ബെറീസ് പ്രിസർവാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ജാമാണ്. ഇതിൽ റാസ്ബെറി, സ്ട്രോബെറി ആൻഡ് ബ്ലാക്ക് കറൻറ്റ്, ഇത് 3ഉം കൂടി ചേർന്ന് വരുന്ന ഒരു ജാമാണ് പ്രിസർവ്. അത് 1 കപ്പ് ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ആവശ്യാനുസരണം ചേർക്കാം. അതും കൂടി വരുമ്പോൾ കുറച്ചും കൂടി കളർഫുള്ളാകും. പിന്നെ കുറച്ചുകൂടി ഒരു ഫ്രൂട്ടി ടേസ്റ്റ് കൂടും. നമുക്കിപ്പോൾ സ്ട്രോബെറി അല്ലാണ്ടില്ലല്ലോ, റാസ്ബെറിയും ഇല്ലല്ലോ. അപ്പോൾ ഇതിൽ നിന്നും സ്ട്രോബെറിയുടെയും റാസ്ബെറിയുടെയും ഫ്ലേവർ നമ്മുടെ ഫില്ലിങ്ങിന് കിട്ടും. അപ്പോൾ കുറച്ചുകൂടെ കുഴഞ്ഞു വരുവാണ് കാര്യങ്ങൾ. ചൂടുവെള്ളം അല്പം ഒഴിച്ചു കൊടുക്കാം, ആവശ്യാനുസരണം ചൂടുവെള്ളം. അപ്പോൾ ജാമിൻ്റെ അളവ് കൂട്ടാം. നമുക്ക് ഫുള്ളായിട്ട് ആ 1 കപ്പും ചേർക്കാം. അപ്പോൾ ഇതിപ്പോൾ 3 ബെറി ജാം ആയതുകൊണ്ട്, അല്ലെങ്കിൽ സ്ട്രോബെറി മാത്രമുള്ള സ്ട്രോബെറി ജാം കിട്ടും, റാസ്ബെറി ഫ്ലേവേർഡ് ജാം കിട്ടും, അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ മിക്സ്ഡ് ഫ്രൂട്ട്സ് ഉള്ള ഒരു 3 ബെറി ജാം എനിക്ക് കിട്ടി, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി. ഓക്കെ, റെഡി ആയിക്കഴിഞ്ഞു. ഫില്ലിങ് റെഡി ആയിക്കഴിഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് ഐസിങ്ങിന് വേണ്ട ഒരു ബട്ടർ ക്രീം ഐസിങ് തയ്യാറാക്കാം. അപ്പോൾ ഒരു ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫില്ലിംഗ് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ നമുക്കിനി ബട്ടർ ക്രീം ഐസിങ് തയ്യാറാക്കാം. ഇത് 2 രീതിയിൽ ചെയ്യാം. അപ്പോൾ ഐസിങ് എന്ന് പറഞ്ഞാൽ പല തരമാണ്. ഇതിപ്പോൾ ബട്ടർ ക്രീം ഐസിങ്, പിന്നെ റോയൽ ഐസിങ് വേണമെങ്കിൽ അങ്ങനെയുണ്ട്, അതല്ലെങ്കിൽ ഗനാഷുകളുണ്ട്, പല ടൈപ്പ് ഓഫ് ഐസിങ് ആണ്. പിന്നെ ഇത് കൂടാതെ ഫോണ്ടാൻ ഐസിങ് ഉണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടർ ക്രീം ഐസിങ് ആണ് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ബട്ടറിൽ മാത്രവും ചെയ്യാം. പകുതി ബട്ടറും പകുതി ഒരു ഷോർട്ടനിങ് എന്ന് പറയുമ്പോൾ ബട്ടറിൻ്റെ പകരം ഉപയോഗിക്കുന്ന കാര്യം. അതിപ്പോൾ അങ്ങനത്തെ ഒരു ഫാറ്റായിട്ടുള്ള മാധ്യമം, അത് മാർജറിൻ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും കുക്കീസിലും കേക്സിലും ഒക്കെ. അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വൈറ്റാണ്. ബട്ടറിനെക്കാട്ടിലും വൈറ്റാണ്, പക്ഷേ ഒരു പേസ്റ്റ് പോലെയാണ് ഇരിക്കുന്നത്, കുറച്ചുകൂടെ സ്റ്റിക്കിയാണ്. ടേസ്റ്റ് ഒന്നും വലുതായിട്ടില്ല, പക്ഷേ ബട്ടറിന് കൂടുതൽ സ്വാദാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ബട്ടറിലും ചെയ്യാം, പകുതി ബട്ടറും പകുതി മാർജറിൻ മിക്സ് ചെയ്തിട്ടും ഐസിങ് തയ്യാറാക്കാം, ബട്ടർ ഐസിങ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊരു കുറച്ച് കൂടുതൽ ഐസിങ് വേണം, അതുകൊണ്ട് കൂടുതൽ സാധനങ്ങൾ ഉപയോഗിക്കുകയാണ്. 200 ഗ്രാം വെണ്ണ, ഉപ്പില്ലാത്ത വെണ്ണ നമ്മൾ ആദ്യം എടുക്കുന്നു. ഇത് റൂം ടെമ്പറേച്ചർ സോഫ്റ്റ് ബട്ടറാണ്. അതിനോടൊപ്പം
ഈ മാർജറിൻ എന്ന് പറയുന്ന ഷോർട്ടനിങ്ങും കൂടെ ചേർക്കുകയാണ്. അതും ഈക്വൽ ക്വാണ്ടിറ്റി 200 ഗ്രാം. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യും. അത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് യോജിക്കണം. അപ്പോൾ വെണ്ണയും മാർജറിനും കൂടി ചേർന്ന് നന്നായിട്ട് പതഞ്ഞ് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഞാൻ പറഞ്ഞു, പകുതി 200 ഗ്രാം വെണ്ണയും 200 ഗ്രാം മാർജറിനും ആകാം, അല്ലെങ്കിൽ 400 ഗ്രാം വെണ്ണയിലും ഇത് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇങ്ങനത്തെ ഒരു മെഷീൻ വേണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം ഒരു സ്റ്റാൻഡ് മിക്സർ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ മുട്ടയൊക്കെ പതിപ്പിക്കുന്നത്, അത് വെച്ചിട്ടും ചെയ്യാം. അതല്ലെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. എങ്ങനെ വേണമെങ്കിലും ആകാം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 9 കപ്പ് ഐസിങ് ഷുഗർ ഞാനിവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. 9 കപ്പ്. അതിങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് വീണ്ടും ബീറ്റ് ചെയ്യണം. അതിപ്പോൾ കുറച്ച് ഇങ്ങനെ പൊടി ഇങ്ങനെ പറക്കുകയൊക്കെ ചെയ്യും, അത് കാര്യമാക്കണ്ട. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിച്ച് വരികയാണ്. ഇനി വീണ്ടും നമുക്ക് കുറേശ്ശെ ഈ ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ പതഞ്ഞ് വരും, നന്നായിട്ട് ബ്ലെൻഡായി. അപ്പോൾ ഒരുപാട് പറക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് പഞ്ചസാര ഐസിങ് ഷുഗർ ഇങ്ങനെ തട്ടിയിട്ട് നമ്മളൊരു തവി കൊണ്ട് ചെറുതായി ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരുപാടൊന്നും പറക്കില്ല, കുറച്ച് ലിമിറ്റഡ് പറക്കലേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡസ്റ്റ് പറക്കുന്ന പോലെ പറക്കും. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മാനുവലി, എന്നിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ബട്ടർ ഐസിങ് ഉണ്ടാക്കുന്ന പ്രോസസ്സിലാണ്. വീണ്ടും ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മിക്സിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുവാണ്. നന്നായിട്ട് അതിങ്ങനെ ടൈറ്റായി വരുന്നു, നന്നായിട്ട് പതയുന്നു. ഇനി ബാക്കി ലാസ്റ്റ് ലോട്ട് ഐസിങ് ഷുഗറിൻ്റെ, അങ്ങനെ 9 കപ്പ് ഐസിങ് ഷുഗറും നമ്മൾ ചേർത്ത് 400 ഗ്രാം വെണ്ണ, അല്ലെങ്കിൽ 200 ഗ്രാം വെണ്ണയും 200 ഗ്രാം മാർജറിനും ആ കോമ്പിനേഷനിൽ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് മിക്സർ ഉള്ളത് കൊണ്ട് ഇത്രയും ക്വാണ്ടിറ്റി ഒന്നിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഹാൻഡ് മിക്സറൊക്കെ ആണെങ്കിൽ പകുതിയായിട്ട് ചെയ്താൽ മതി. ഇത്രയും ഒന്നിച്ച് ചെയ്യരുത്, 2 പ്രാവശ്യമായിട്ട് ചെയ്യും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. നമ്മളിപ്പോൾ ബട്ടർ ഐസിങ് ഉണ്ടാക്കുന്ന പ്രോസസ്സിലാണ്. വീണ്ടും ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഏതാണ്ട് നന്നായിട്ട് ആയിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ പാല് ചേർക്കണം. ആദ്യം 1 ടേബിൾ സ്പൂൺ പാലും 1 ടീസ്പൂൺ വാനില എസൻസ്, ഇത് 1 ടേബിൾ സ്പൂൺ ആദ്യം, എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യും. അപ്പോൾ അത് കുറച്ചുകൂടി അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കുറച്ചുകൂടെ ലൂസായി വരും, സോഫ്റ്ററാകും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിക്കാം. പാലിൻ്റെ അളവ് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ എന്നുള്ള ഇച്ചിരി കൂടെ ആയാലും കുഴപ്പമില്ല. നമുക്ക് ഏത് കൺസിസ്റ്റൻസിയിൽ വേണം അതനുസരിച്ചിട്ടാണ് പാല് ചേർക്കുന്നത്. ഐസ് ചെയ്യാനുള്ള ഐസിങ് ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്, ബട്ടർ ഐസിങ്. അപ്പോൾ ഒരുപാട് ടൈറ്റും വേണ്ട, തീരെ ലൂസാകാനും പാടില്ല. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി. ഒരല്പം പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏതാണ്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ പാൽ. വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം.
ഐസിങ്ങിന് പാകത്തിനുള്ളതായോ ഒന്ന് നോക്കുക. ഇങ്ങനെ നമ്മളിങ്ങനെ ഇടുമ്പോൾ താഴേക്ക് പോകണം. അതനുസരിച്ചിട്ട് കുഴപ്പമില്ല, ഏതാണ്ടായി കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ബട്ടർ ഐസിങ് റെഡി. അപ്പോൾ നമ്മൾക്കിനി നമ്മളുടെ 2 കേക്കും ഫില്ല് ചെയ്തിട്ട് ഐസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 2 കേക്കിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കേക്കിനെ നമുക്ക് കറക്റ്റ് നടുക്ക് വെച്ചിട്ടിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പം വേണമെങ്കിൽ കത്തി കൊണ്ട് തന്നെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഒന്ന് മാർക്ക് ചെയ്തിട്ട് സൂക്ഷിച്ച് ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ലെവലേഴ്സ് വാങ്ങാൻ കിട്ടും. അതുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. അതായത് ഇങ്ങനെ വെച്ചിട്ട് കേക്ക് ലെവലർ വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി ഇങ്ങനെ 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 ആക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു കേക്ക് 2ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി. ഇങ്ങനെ 2ആയിട്ട് 2 സ്ലൈസസ് കണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം. മറ്റേ കേക്കും അതുപോലെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ മേൽഭാഗം ഇങ്ങനെ ടോപ്പ് കുറച്ച് എന്താ പറയുക, കുറച്ച് മൗണ്ട് പോലെ ഇരിക്കുന്നെങ്കിൽ അതും ഈ കേക്ക് ലെവലർ വെച്ച് തന്നെ വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെയും ചെയ്യാം. അപ്പോൾ 2 കേക്കും അതുപോലെ ആക്കാം. അങ്ങനെ 2 കേക്ക് ഇവിടെ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞു, റെഡിയാക്കി. നമ്മളിനി അത് ഫില്ല് ചെയ്ത് ഐസ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു ടേൺ ടേബിൾ എടുത്തിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ നമ്മളിനി ഐസിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫില്ലിങ് ആൻഡ് ഐസിങ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിന് കുറച്ച് ടൂൾസൊക്കെ ആവശ്യമുണ്ട്. ഐസിങ് നോസിൽസ് വേണം. പിന്നെ നമ്മളുടെ ഐസിങ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഐസിങ്ങിൽ നിന്ന് ആദ്യം ഒരല്പം എടുത്ത് ഇവിടെ ഇങ്ങനെ തേക്കുക. ഇത് നമ്മൾ കേക്ക് ഐസ് ചെയ്യുന്ന സമയത്ത് കേക്ക് ഓടിപ്പോകാതിരിക്കാനാണ്. ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ഐസിങ് താഴെ കൊടുക്കുകയാണ്. ഫിക്സിങ് ആണത്. അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതായത് ഈ ഒരു പീസിനെ നമുക്ക് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് വയ്ക്കും. എന്നിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇനി വേണ്ടത് ഒരു ഐസിങ് ബാഗ്. ഇതിപ്പോൾ നമ്മൾ ഡിസ്പോസിബിൾ ബാഗ്സ് വാങ്ങാൻ കിട്ടുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ബട്ടർ പേപ്പർ ഒരു കോൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു കോൺ പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ട്രയാങ്കിളായിട്ട് എടുത്തിട്ട് ഒരു കോൺ ഷേപ്പായിട്ട് മുറിച്ചെടുക്കുക. പിന്നെ ഇതിനറ്റം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ നോസിൽ ഫിറ്റ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ നോസിൽ ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. കപ്ലേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ വാങ്ങിക്കാൻ കിട്ടും. ഇത് വാങ്ങാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. അത് അകത്തേക്ക് കൊണ്ടുപോയിട്ട് താഴെ അറ്റം വരെ നമുക്ക് കൊണ്ടുപോകാം. എന്നിട്ട് ഒരു സിസേഴ്സ് കൊണ്ട് ഒന്ന് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഭാഗം അത്രയും കട്ട് ചെയ്ത് മാറ്റുന്നു. എന്നിട്ട് ആ കപ്ലർ അതിനകത്ത് കൂടി പുറത്തേക്ക്, അപ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഏത് നോസിലാണോ വേണ്ടത് അതിങ്ങനെ വെക്കുക. ഇതിപ്പോൾ ഇച്ചിരി വലിയൊരു റൗണ്ട് ഷേപ്പിലൊരു നോസിൽ, ഇതൊരു 12 സൈസാണ്, ഒരു വട്ടം. ഇത് വെച്ചിട്ട് ഇനി ഇത് ഫിക്സ് ചെയ്യാനായിട്ട് ഒരു കാര്യം കൂടിയുണ്ട്. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉറപ്പിക്കും. ഇങ്ങനെ ടേൺ ചെയ്ത് അപ്പോൾ നമുക്ക് നോസിൽ ഈസി ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ പറ്റുന്ന ഒരു രീതിയാണ്. കാര്യം നോസിൽ പുറത്തുനിന്നാണ് ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കപ്ലർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എന്നിട്ട് ഇതിനകത്തേക്ക് ഇതിന് നമ്മൾ ഓപ്പൺ ചെയ്യും. ഇതിൻ്റെ ഉള്ളിലേക്ക് ഏതാണ്ട് നന്നായിട്ടൊന്ന് മടക്കുക. അകത്തേക്ക് നമുക്ക് സാധനങ്ങൾ ഫില്ല് ചെയ്യാം. ഐസിങ് അകത്തേക്ക് ഫില്ല് ചെയ്യാനാണ്. ഉള്ളിലേക്ക് നമ്മൾ ഐസിങ് ഇങ്ങനെ കൊണ്ടുപോകും. ഇത് നമ്മൾ ആ വൈറ്റ് ഐസിങ് പ്ലെയിൻ ഐസിങ് ആണ്. ഇത് കളർ ചെയ്തിട്ടില്ല. കളർ ചെയ്യുന്നതിന് മുന്നേ പ്രത്യേകിച്ച് കളറൊന്നും കൊടുത്തിട്ടില്ല. താഴേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുറച്ച് എയർ ബബിൾസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുരുട്ടി ഇതിന് ചുറ്റും നമ്മളൊരു അകത്ത് കുറച്ച് ഉള്ളിലായിട്ടിങ്ങനെ നമ്മളൊരു സർക്കിൾ വരയ്ക്കും. ഇത് വേറൊന്നിനുമല്ല, നമ്മൾ നല്ല രീതിയിലൊരു
പറയുക, നല്ല പൊക്കത്തിനിങ്ങനൊരു സംഗതി വരയ്ക്കുക. ഇതൊരു ഡാം പോലെ നമ്മൾ കെട്ടിവെക്കുക. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഫില്ലിങ് വെക്കാൻ പോവാണ്. ഫില്ലിങ്ങിനെ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വയ്ക്കും. അത് പുറത്തേക്ക് പോകില്ല. ഒരു നല്ല ഒരു ഫില്ലിങ് ഇവിടെ ഫിക്സ് ചെയ്തു. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ സെക്കൻഡ് ലെയർ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അകത്തെ ഫില്ലിങ് പുറത്തേക്ക് ലീക്ക് ആകത്തുമില്ല. നമ്മുടെ ഐസിങ്, ചുറ്റുമുള്ള ഐസിങ് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ വന്നോളൂ. ഇനി വീണ്ടും നമ്മൾ ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു ബോർഡർ മാതിരി നമ്മൾ ഐസിങ് കൊടുക്കുന്നു. കുറച്ചുകൂടെ ഹൈറ്റിൽ കൊടുക്കാം. അതിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് വന്നോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഫില്ലിങ് നിറയ്ക്കും. നമ്മുടെ കേക്ക് നല്ല റിച്ച് ആയിക്കൊണ്ടിരിക്കുവാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് 2 ലെയറിനുള്ള ഫില്ലിങ് ബാക്കി വെക്കണം. ഇതിൽ എന്ത് വേണമെങ്കിലും എക്സ്ട്രാ ചേർക്കാം, ഗ്ലേസ്ഡ് പൈനാപ്പിളോ എന്ത് വേണമെങ്കിലും ആകാം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇനിയാണ് നമ്മൾ അടുത്ത് വയ്ക്കാൻ പോവാണ്. വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഐസിങ് സൈഡിലൊക്കെ കൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇച്ചിരി വരും. പക്ഷേ നമ്മളുടെ ഫില്ലിങ് പുറത്തേക്ക് പോകാനും പാടില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ ലാസ്റ്റ് ലെയർ എൻ്റെ മുകളിലായിട്ട് വയ്ക്കും. നന്നായിട്ട് അമർത്തി കൊടുക്കുക. അങ്ങനെ എല്ലാ കേക്ക് ലെയറും ഫില്ല് ചെയ്ത് നമ്മളിങ്ങനെ അടുക്കി കഴിയും. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഐസിങ് വെച്ച് കവർ ചെയ്യണം. അപ്പോൾ ഇത് ക്രം കോട്ടിംഗ് ആണ് ആദ്യം കൊടുക്കേണ്ടത്. ക്രം കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ കേക്കിൽ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഈ ഐസിങ്ങിൻ്റെ കൂടെ മിക്സായി വരും. അതുകൊണ്ട് ഒരു തിൻ ലെയർ, ഒരു ചെറിയ ലെയർ ഓഫ് കോട്ടിങ്, വൈറ്റ് ഐസിങ്ങിൻ്റെ ചുറ്റും ഒന്ന് കവർ ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ കുറച്ച് ഐസിങ്ങിൻ്റെ മുകളിലായിട്ടിങ്ങനെ വയ്ക്കണം. പിന്നെ നമ്മൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ഒരു തിൻ ലെയർ ഓഫ് ഐസിങ്. അപ്പോൾ നമ്മളുടെ കേക്ക് ഒരു 4 നിലയുള്ള കേക്കാണ്. അതിങ്ങനെ നമ്മൾ ഐസ് ചെയ്ത് ആദ്യം ഒരു ക്രം കോട്ട് കൊടുത്തു, അതായത് അതിൻ്റെ ചെറിയൊരു ഐസിങ് കൊടുത്തിട്ട് ഒരല്പനേരം ഫ്രിഡ്ജിൽ വെക്കണം, ഒന്ന് സെറ്റാകാൻ. അത് കഴിഞ്ഞ് പുറത്തെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഒന്നുകൂടി ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഐസിങ് ഞാൻ 2 പാത്രത്തിലായിട്ട് വെച്ചിട്ടുണ്ട്, ബട്ടർ ഐസിങ്. ഇനി നമുക്ക് ഇതിന് എന്ത് അലങ്കാരമാണ് കൊടുക്കേണ്ടത്, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ചുറ്റും പല ടൈപ്പ് ഓഫ് ഐസിങ് ടെക്നിക്സ് ഉണ്ട്, പലതരം പൈപ്പിങ്ങുകൾ, പല കാര്യങ്ങളുണ്ട്. എന്ത് വേണമെങ്കിലും ഷെൽ പാറ്റേൺ കൊടുക്കാം, പല കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ചെറിയ സ്റ്റാർ പാറ്റേൺ, ഡ്രോപ്പ് ഫ്ലവേഴ്സ് ഒക്കെ ഈസിയാണ്. പക്ഷേ എങ്കിലും നമുക്കൊരു എന്താ പറയുക, റോസെറ്റ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു റോസിൻ്റെ ആകൃതിയിലുള്ള ഒരു ഐസിങ് ഉണ്ട്, റോസെറ്റ്സ്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടിപ്പ് എന്ന് പറയുമ്പോൾ ഈ സൈസാണ് ആ ടിപ്പ്. ഈ ടൈപ്പ് ടിപ്പ് ഇട്ട് കഴിഞ്ഞാൽ റോസെറ്റ് ഫാഷനിൽ കിട്ടും. റോസെറ്റ് എന്ന് പറയുമ്പോൾ ഒരു
ചെറിയൊരു റോസാപ്പൂ മാതിരിയൊക്കെ തോന്നും. ചെറിയ ചെറിയ റൗണ്ട് സ്വേൾ പാറ്റേൺ ആണ്. അത് ഫിറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് ഐസ് ചെയ്യാം. അപ്പോൾ എന്ത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇതിപ്പോൾ വൈറ്റ് ബേസ് ആണ്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒരു പിങ്ക് ആകാം അല്ലേ? ഒരു പിങ്ക് കളർ. പിങ്ക് എപ്പോഴും നല്ലതാണ് കേക്ക്സിന്. അപ്പോൾ ഒരു ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും ആയിട്ടുള്ള കോമ്പിനേഷനിൽ നമുക്കിത് ചെയ്യാം. അപ്പോൾ കുറച്ച് കളർ എന്ന് പറഞ്ഞാൽ ജെൽ കളേഴ്സ് ആയിരിക്കും എപ്പോഴും നല്ലത്. കൂടുതൽ ഐസിങ്ങിന് ജെൽ കളറാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഒരു ജെൽ കളറ് ആദ്യം ഒരല്പം ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആദ്യത്തെ ഒരു എന്താ പറയുക, കുറച്ച് സ്ഥലത്ത് കുറച്ച് ഡാർക്കായിട്ട് തന്നെ കളർ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐസിങ് ടൈറ്റായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലൂസായി കിട്ടും. ആവശ്യത്തിന് കൺസിസ്റ്റൻസി അങ്ങനെ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഡാർക്ക് പിങ്കിൽ തുടങ്ങിയിട്ട് ലൈറ്റ് പിങ്കിൽ അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്കിതിൽ ഒരു യൂണിഫോമിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലൈനൊക്കെ കൊടുക്കാം. ടൂത്ത് പിക്ക് കൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള മെഷറിങ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട് ഒരേ ലെവല് ആയിട്ട് വയ്ക്കാനായിട്ട്. ഒന്ന് വരച്ച് വിടാം. അപ്പോൾ ഏകദേശം നമുക്കൊരു യൂണിഫോം പാറ്റേണിൽ നമുക്ക് നമ്മളുടെ ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഐസിങ് ബാഗിലേക്ക് നമുക്ക് നമ്മളുടെ ഐസിങ് നിറയ്ക്കാം. നല്ല ഡാർക്ക് പിങ്ക് ആയിട്ട് ഞാൻ കളർ ചെയ്തിട്ടുണ്ട്. ഉള്ളിലേക്ക് നിറയ്ക്കാം. ഏതാണ്ട് ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം നിറച്ചു. ടെക്നിക്കാണ്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഒരു സ്വേൾ പാറ്റേൺ റോസെറ്റ്സ്. കംപ്ലീറ്റ് ചെയ്തു. ഇനി മുകളിലേക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി മുകളിൽ വരുമ്പോൾ ഇതിൻ്റെ കളറ് കുറച്ചുകൂടെ ലൈറ്ററാക്കി ഇച്ചിരി കൂടെ വൈറ്റും കൂടി മിക്സ് ചെയ്ത് കുറച്ചുകൂടെ ഇളം കളറാക്കി ചെയ്യും. ഞാനിത് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ടൈപ്പ് ഓഫ് ഡിസൈനാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ആദ്യത്തെ ഐസിങ്ങിന് വലിയ പ്രാധാന്യമില്ല. അതൊരു വളരെ ക്രം കോട്ടിങ്ങിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. വലിയ ഫിനിഷിങ് വേണ്ട. കാര്യം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വേറൊരു കോട്ടിങ് കൊണ്ട് കവർ ചെയ്യില്ല, വേറൊരു ഫ്ലോറൽ പാറ്റേൺ കൊണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്കിത് കംപ്ലീറ്റ് കവർ ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മളിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഐസ് ചെയ്ത് വരുന്നത്. അപ്പോൾ താഴെ നല്ല ഡാർക്ക് പിങ്ക്, പിന്നെ ലൈറ്ററായിട്ട് ഞാൻ മുകളിലേക്ക് കുറച്ചുകൂടെ വൈറ്റ് ഐസിങ് കൂടുതൽ മിക്സ് ചെയ്ത് പിങ്കിനെ കുറച്ചുകൂടെ ലൈറ്റർ ആക്കിയിരിക്കാം. അപ്പോൾ ഇനി ഈ ഇത്രയും പോർഷനും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലേക്ക് കയറും. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഒരു കംപ്ലീറ്റ് സൈഡ്സ് മുഴുവൻ കവർ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഐസിങ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്നത് ഭയങ്കര നല്ലൊരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ളൊരു കാര്യമാണ് ഐസിങ്. പക്ഷേ കുറച്ച് ക്ഷമ വേണം, വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യണം, ഒരു ചെറിയ സ്കില്ല് വേണം. പക്ഷേ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും എളുപ്പമുള്ള ഐസിങ് പാറ്റേൺസ് കണ്ടുപിടിച്ചാൽ മതി. ഇനി നമ്മൾ മുകളിലേക്ക് കയറാൻ പോവാണ്. ഈ പാറ്റേൺ റോസെറ്റ് എന്നാണ് പറയുന്നത്. റോസെറ്റ് പാറ്റേണിലാണ് നമ്മൾ ചെറിയൊരു റോസാപ്പൂവിൻ്റെ ഒരു രീതിയിലാണ് വരുന്നത്.
നമ്മളുടെ കേക്കിൻ്റെ ഐസിങ് പാർട്ട് ഏതാണ്ട് തീരാറാവുന്നുണ്ട്. ഫുൾ റോസറ്റ്സ് കൊണ്ട് ഞാൻ കവർ ചെയ്തിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ റോസസ് പോലെ നല്ല റോസാപ്പൂവിൻ്റെ നിറം. അപ്പം ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്ത പോലെ താഴെ ഡാർക്കായിട്ടുള്ള പിങ്ക്, പിന്നെ കുറച്ചുകൂടെ ലൈറ്റർ പിങ്ക്, ഏറ്റവും മുകളിൽ വന്നപ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള പിങ്ക്. അപ്പം ഇനി ഫിനിഷിങ് ഒരു 2-3 റോസറ്റ്സും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആകും. ഫുൾ റോസെറ്റ്സ് കൊണ്ട് കവർ ചെയ്തു. എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ സ്റ്റാർസ് കൊടുത്താൽ മതി. ഇത് വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഗ്യാപ്പ് കാണാണ്ട് പോകും. വളരെ സിമ്പിൾ പരിപാടിയാണത്. നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ നോക്കുക. എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് നമുക്ക് എക്സ്ട്രാ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ ടെക്നിക്കാണത്. ജസ്റ്റ് അത്രേ ഉള്ളൂ, സിമ്പിൾ. ആക്ച്വലി പറഞ്ഞാൽ ഗ്യാപ്പ് കഴിയുന്നിടത്തോളം വരില്ല. കാര്യം നമ്മൾ 2 എണ്ണത്തിൻ്റെ ഫസ്റ്റ് ലൈനിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് സെക്കൻഡ് ലൈൻ വരുമ്പോൾ 2 എണ്ണത്തിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ നിന്ന് തുടങ്ങണം. അങ്ങനെ മുകളിലേക്ക് കയറണം. അപ്പോൾ ഗ്യാപ്പ് കഴിയുന്നിടത്തോളം ഉണ്ടാവില്ല. ചെറിയ സ്റ്റാർസ് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളുടെ ബ്യൂട്ടിഫുൾ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ ക്രിസ്മസ് വന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ മാജിക് അവനിൻ്റെ ക്രിസ്മസ് ഈ രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. നല്ലൊരു ബ്യൂട്ടിഫുൾ റോസറ്റ് കേക്കുമായിട്ട്. അപ്പോൾ ഇതെന്താ ഇത് നമ്മളുടെ ഒരു വലിയൊരു കേക്ക്, ഒരു 4 ടയർ കേക്ക് എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ 4 ലെയേഴ്സുള്ള ഒരു ഫ്രൂട്ട് ആൻഡ് നട്ട് ലെയർ ക്രിസ്മസ് കേക്ക്, ബ്യൂട്ടിഫുൾ റോസ് കേക്ക്. അപ്പോൾ നിങ്ങൾക്കായിട്ട് ക്രിസ്മസിന് ഒരു അടിപൊളി സ്പെഷ്യൽ കേക്കാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു റോസറ്റ് കേക്കാണ്. ഇതൊരു ഫ്രൂട്ട് ആൻഡ് നട്ട് ക്രിസ്മസ് കേക്ക്. സ്പെഷ്യൽ കേക്കാണ്. കാര്യം ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്ര നന്നായിട്ട് അലങ്കരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുറിക്കാനേ തോന്നില്ല. പക്ഷേ ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തൊക്കെ കൊടുക്കണ്ടേ. പക്ഷെ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള പീസ് എങ്ങനെയായിരിക്കും, ഇൻസൈഡ് നിറച്ച് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉള്ള ഫില്ലിംഗ് ഒക്കെ ഇട്ട് ഭയങ്കര സ്വാദായിരിക്കും. എന്തായാലും രസകരമാണ്. ഇത്തരം കേക്ക്സ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാം. ഇതുപോലത്തെ മെത്തേഡിൽ ചെയ്യാം. നിങ്ങൾക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നും ഇങ്ങനെ കേക്ക്സ് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയാൽ. എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരു അഡ്വാൻസ് ക്രിസ്മസ് ആശംസകൾ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.